الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. صدق الله العلي العظيم. يا أكرم الكرماء على أعتابكم عمر الفقير المرتجي لجنابكم يرجو العطاء على البكاء ببابكم والدمع في خديه سال سجيما ما جف دمع سال من عينيني لكنه يجري على الخدين من حب قلبي سيد الكونين هيا وميتا في التراب رميما يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, കാരണവന്മാർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, നാം അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ട് അനുഗ്രഹീത മാസം വെളിപ്പാടകല നിൽക്കുന്ന അവസരത്തിൽ അവിടുത്തെ മദ്ഹ് പറയാനും പാടാനും വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരുമിച്ച് കൂടലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുഖം കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, ആധുനിക ലോകത്ത്, സമകാലിക ലോകത്ത് ജീവിക്കുന്ന സിംഹഭാഗം ജനങ്ങളും ഇന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് പണവും അധികാരവും സ്ഥാനമാനങ്ങളും സ്ത്രീകളെയും ആണ്. ഈ വിഷയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, ഈ വിഷയങ്ങൾ കരഗതമാക്കാൻ വേണ്ടി ജനങ്ങൾ എന്തിനും മടിക്കാത്തവരായി അധപ്പതിച്ച കാലമാണ് ഈ കാലം. യഥാർത്ഥത്തിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം
നാം ഈ ഭൂമി ലോകത്ത് ജീവിക്കേണ്ടത് രാഷ്ട്രീയത്തിന്റെ പിന്നാലെയോ അതുപോലെ കളിയുടെ പിന്നാലെയോ സ്ത്രീകളുടെ പിന്നാലെയോ അധികാരത്തിന്റെ പിന്നാലെയോ പണത്തിന്റെ പിന്നാലെയോ അല്ല നാം ജീവിക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ സമൂഹം മുസ്ലിമീങ്ങൾ വരെ വിശ്വാസികൾ വരെ ജീവിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമായി അധപ്പതിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാനിന്റെ വെളിച്ചം. ആ വെളിച്ചം കിട്ടിയ നാം ഈ ഭൂമി ലോകത്ത് എന്തിനു ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, നാം എന്താണ് ആഗ്രഹിക്കേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, അത് ഇന്ന് സമൂഹം മറന്നിരിക്കുകയാണ്. ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത, എനിക്ക് മരണം വരാനുണ്ട്, ഖബർ വരാനുണ്ട് എന്നുള്ള ചിന്ത ഇന്ന് സർവ്വ മുസ്ലിം സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും എടുത്തുപോയിരിക്കുകയാണ്. സഹോദരന്മാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ലോകത്ത് അവൻ അങ്ങേയറ്റം ആഗ്രഹിക്കേണ്ടത്, അവൻ അങ്ങേയറ്റം സ്നേഹിക്കേണ്ടത് ആരെയാണ്? അവൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ സൃഷ്ടാവായ അല്ലാഹുവിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, ആ സൃഷ്ടാവിനെ സ്നേഹിക്കാനാണ് ഏതൊരു മുസ്ലിം സ്ത്രീയും ഏതൊരു മുസ്ലിം പുരുഷനും ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ ആഗ്രഹിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു തആല ഈമാനിന്റെ വെളിച്ചം നൽകി നാം നമുക്ക് വെള്ളം തരുന്ന, ഭക്ഷണം നൽകുന്ന, നമ്മോട് ചോദിക്കാതെ നമുക്ക് കണ്ണു തന്നു, നമ്മോട് ചോദിക്കാതെ അല്ലാഹു തആല നമുക്ക് കാല് തന്നു. അങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും സംവിധാനിച്ചു തന്ന യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിനെ നാം പ്രിയം വെക്കണം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് ഇവിടെ കാലകാലം ജീവിക്കാനുള്ളതല്ല ഈ ലോകം. നമുക്ക് മരണം വരാനുണ്ട്. ആ മരണം വരെയുള്ള ജീവിതത്തിൽ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് നിയമങ്ങൾ അല്ലാഹ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിച്ച് താഴ്മയോടെ ജീവിക്കേണ്ടവരാണ് നാം. ഒരു പക്ഷേ നാം ഇവിടെ ജീവിക്കുമ്പോൾ അല്ലാഹ് തന്ന കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിയേക്കാം, അല്ലാഹ് തന്ന കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നേക്കാം, അല്ലാഹ് തന്ന ഓരോ അവയവങ്ങൾ കൊണ്ടും അശ്ലീലതയിലേക്ക് നാം ഉപയോഗിച്ചേക്കാം. എന്നാലും അല്ലാഹ് നമ്മെ വിളിക്കുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഓ നബിയേ, എന്റെ അടിമകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം, അതേ ഞാൻ കൊടുത്ത കണ്ണുകൊണ്ട്, ഞാൻ കൊടുത്ത കാലുകൊണ്ട്, ഞാൻ കൊടുത്ത ഓരോ അവയവങ്ങൾ കൊണ്ടും എന്റെ അടിമകൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും, എത്ര തന്നെ അശ്ലീലതകൾ പ്രവർത്തിച്ചാലും എന്റെ കാരുണ്യത്തിൽ നിന്ന് അവരോട് ആശ മുറിയരുതെന്ന് പറയൂ നബിയേ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതല്ലേ. അതുകൊണ്ട് നാം ഈ ഭൂമി ലോകത്ത് ജീവിക്കേണ്ടത് യജമാനനായ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ടാണ് കേട്ടോ. ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഈമാനുള്ള മനുഷ്യൻ, ഈമാനുള്ള വ്യക്തി ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നത്, ഏറ്റവും കൂടുതലായി പ്രിയം വെക്കുന്നത് ആരെയാണ്? വിശ്വാസികളായ നാം ഏറ്റവും കൂടുതലായി ആരെയാണ് പ്രിയം വെക്കേണ്ടത്? അതേ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള വ്യക്തി ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നത് യജമാനനായ റബ്ബിനെ തന്നെ.
മക്കളെ സ്കൂളിലേക്ക് പോയി അന്യ പുരുഷനെ പ്രേമിക്കല്ല. നമുക്ക് യജമാനനായ റബ്ബിനെ കാണേണ്ടതുണ്ട്. നാം സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയാണ് കേട്ടോ. ആ റബ്ബിനെ നാം അങ്ങേയറ്റം സ്നേഹിക്കണം. അതാണ് ഒരു വിശ്വാസി ഭൂമി ലോകത്ത് ചെയ്യേണ്ടത്. മഹാന്മാരെല്ലാം, അംബിയാക്കളെല്ലാം, ഔലിയാക്കളെല്ലാം, സ്വാലിഹീങ്ങളെല്ലാം, ആരിഫീങ്ങളെല്ലാം അവർ യഥാർത്ഥത്തിൽ ഈ ഭൂമി ലോകത്ത് ജീവിച്ചത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിനെ സ്നേഹിക്കാനാണ് കേട്ടോ. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ. ഉമ്മമാര് നന്നായി ശ്രദ്ധിക്കണം. നാം പിന്തുടരേണ്ടത് മഹദിമാരെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാരെയാണ്, മഹാന്മാരെയാണ്. അല്ലാതെ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ കളിയുടെ നേതാക്കളെയോ അല്ലെങ്കിൽ മറ്റു പല നേതാക്കളെയോ അല്ല. മറിച്ച് നാം പിന്തുടരുന്നത് ഒന്നാമതായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതുപോലെ മഹാന്മാർ, മഹദിമാർ, അവരെ പിന്തുടർന്ന് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കണം നാം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതേ ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിച്ച മഹദിയായിരുന്നു മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ. മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ റബ്ബിനെ സ്നേഹിച്ച മഹദിയാണ്. സ്ത്രീകൾ നന്നായി ചിന്തിക്കണം. അതേ മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ വീട്ടിൽ ഇരുന്ന് രാത്രി സമയത്ത് വരെ ദിക്റിൽ തന്നെ, ഖുർആനോത്തിൽ തന്നെ, സ്വലാത്തിൽ തന്നെ. ഒരു ദിവസം മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ വീട്ടിലൂടെ ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ച് കറങ്ങി നടക്കുകയാണ്. അങ്ങനെ കറങ്ങുമ്പോൾ അങ്ങ് പാടിയില്ല, ജബലിൽ മുഹിബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബി ഹറാമു. എന്നെ സൃഷ്ടിച്ച് എനിക്ക് വെള്ളം തന്ന ഭക്ഷണം നൽകുന്ന യജമാനനായ റബ്ബ്, ആ റബ്ബ് ഉറങ്ങാതെ, ആ റബ്ബ് വിശ്രമിക്കാതെ ഞാനെങ്ങനെ സ്വൈര്യമായി വിശ്രമിക്കും, ഞാനെങ്ങനെ ഉറങ്ങുമെന്ന് പറഞ്ഞ് മഹദി വീട്ടിലൂടെ നടത്തം തന്നെ. അതുകൊണ്ട് ഉമ്മമാര്, സഹോദരന്മാര്, നാം യജമാനനായ റബ്ബിനെ സ്നേഹിക്കണം കേട്ടോ. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. ആ യജമാനനായ റബ്ബിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ റബ്ബിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ എന്ത് വേണം? അതേ ആ റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് പറഞ്ഞയച്ച ഏറ്റവും വലിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരണം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി. ചൊല്ലിക്കോ മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ റസൂലുള്ളാഹിനെ പിന്തുടർന്നോളണം, റസൂലുള്ളാഹിനെ സ്നേഹിച്ചോളണം. അതാണ് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അല്ലാഹു തആല റസൂലുള്ളാഹിനോട്, ജനങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്, ഓ നബിയേ,
ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, അല്ലാഹുവിനെ ആരെങ്കിലും സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ ആരെങ്കിലും പ്രേമിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന എന്നെ പിന്തുടരാൻ വേണ്ടി അങ്ങ് പറയണം നബിയേ. അപ്പയേ യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബകും, അല്ലാഹു തആല നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരുന്നുള്ളൂ, അല്ലാഹ് നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുള്ളൂ എന്ന് ജനങ്ങളോട് പറയൂ നബിയേ. അപ്പോൾ സഹോദരന്മാരെ, നാം ഈമാൻ മുറുകെ പിടിച്ച് റസൂലുള്ളാഹിനെ മുറുകെ പിടിച്ച് ഈ ചുരുങ്ങിയ ലോകത്ത് ജീവിച്ച് മരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ സഹോദരന്മാരെ. എന്നാൽ ഇന്ന് ജനങ്ങള്, അതെ ഇന്ന് വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ, അതെ യുവതികളും യുവാക്കളും പിന്തുടരുന്നത് റസൂലുള്ളാഹിനെ അല്ലാന്ന് തോന്നിപ്പോവുകയാണ്. അവിടെ ജീവിതം കണ്ടാൽ എത്ര യുവതികളാണ് സുബ്ഹാനല്ലാഹ്. സിനിമാ നടിമാരെവിടെയെല്ലാം വസ്ത്രം ധരിച്ചിട്ടുണ്ട്, സിനിമാ നടിമാർ എവിടെയെല്ലാം വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് നോക്കി സിനിമാ നടിമാർ ഏത് വസ്ത്രമാണോ ധരിക്കുന്നത് അത് നോക്കിയിട്ടല്ലേ ഇന്നത്തെ യുവതികൾ വസ്ത്രം ധരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ, ഖബറിനെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ, മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ. അതെ, ഇന്നത്തെ നമ്മുടെ പെൺകുട്ടികള് സ്കൂളിലേക്ക് ഉമ്മയോട് സലാം പറഞ്ഞു പോകുന്നത് ഭൂരിഭാഗവും പഠിക്കാനല്ല കേട്ടോ. മാതാപിതാക്കളെ, നമ്മുടെ പെൺകുട്ടികളെ നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാം ആഖിറത്തിൽ കൈകടിക്കും കേട്ടോ. ഒരുപാട് പെൺകുട്ടികൾ സ്കൂളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് പഠിക്കാനുള്ള ഉദ്ദേശത്തിലല്ല, മറിച്ച് കാമുകനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഞാനൊരു സംഭവം ഇവിടെ പറയട്ടെ. അതെ, ഒരു പെൺകുട്ടിക്ക് വീട്ടിലെത്തിയാൽ എപ്പോഴും പള്ളിയിൽ വേദന, വയറ്റിൽ വേദനയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദന ഉണ്ടാകും. വയറുവേദന ഉണ്ടായാൽ പെട്ടെന്ന് ബാത്റൂമിൽ പോകണം ഈ പെൺകുട്ടിക്ക്. അങ്ങനെ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ബാത്റൂമിൽ പോകുന്നു. അപ്പോൾ ഉമ്മാക്ക് സംശയം വന്നു, എന്താണ് ഇവിടെ എപ്പോഴും ഇങ്ങനെ ബാത്റൂമിലേക്ക് ഇറങ്ങി പോകുന്നത്? ഉമ്മ നിരീക്ഷിച്ചു, ഇവൾക്ക് എന്താണ് പണി? അങ്ങനെ വയറുവേദനയുണ്ട് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിന്റെ പൈപ്പ് തുറന്നിടുകയാണ്. ഉമ്മ നിരീക്ഷിച്ചു, നോക്കുമ്പോൾ ഇവൾ ഫോൺ ചെയ്യുകയാണ്. മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് കാമുകനെ വിളിക്കുകയാണ്. ഉമ്മത് പിടികൂടി, നിന്റെ ഫോൺ ഇങ്ങോട്ട് തരണം. അവൾ തരാൻ കൂട്ടാക്കിയില്ല. അവസാനം അവൾ ഒളിപ്പിച്ചു വെച്ച ഫോൺ ഉമ്മ പിടിച്ചെടുത്തു. ഈ ഉമ്മാക്കറിയുന്നില്ലല്ലോ കുട്ടി എന്തിനാണ് പോകുന്നത് എന്ന്. അതുകൊണ്ട് മാതാപിതാക്കളോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, നമ്മുടെ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൾ ആരോടൊപ്പമാണ്, അവളുടെ ബന്ധം ആരോടൊക്കെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കാതെ എന്റെ കുട്ടി നല്ല കുട്ടിയാണ്, അവൾ നല്ലവളാണ്, അവൾ ആരോടൊന്നും പറയില്ല എന്നുള്ള വിശ്വാസം നാം ചവറ്റുകൊട്ടയിലേക്ക് പറിച്ചെറിയണം. മറിച്ച് എന്റെ കുഞ്ഞെവിടേക്കാണ് പോകുന്നത് എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകണം. സുബ്ഹാന ജല്ല ജലാലുഹു. മർക്കസിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഒരു കൗൺസിലർ വന്നു. അതെ, അദ്ദേഹം ഞങ്ങളോട് പറയുകയാണ്, ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന 80% പെൺകുട്ടികൾക്കും പ്രേമമാണ്. അദ്ദേഹം പഠിച്ച് അതിനെക്കുറിച്ച് പഠനം നടത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രേമത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കൗൺസിൽ ചെയ്തു. കൗൺസിൽ ചെയ്തപ്പോ ആ സാറ് ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ?
പ്രേമിച്ചൊക്കെ നടന്നാൽ മതി, നമുക്ക് നല്ല ജീവിതമൊക്കെ നയിക്കണ്ടേ. അപ്പോൾ ആ കുട്ടിയുടെ മറുപടി നാം ഏവരും ശ്രദ്ധിക്കേണ്ട മറുപടിയാണ്. എന്താണ് മറുപടി? സാറേ, എന്റെ കൂട്ടുകാരികൾക്കൊക്കെ 4 ഉള്ളത്, എനിക്കൊന്നല്ലേ ഉള്ളൂ. സുബ്ഹാന ജല്ല ജലാലുഹു. അതുകൊണ്ട് ഇത് ആഖിറുസ്സമാനിന്റെ കാലമാണ്. എവിടെ നോക്കിയാലും അശ്ലീലതയാണ്, എവിടെ നോക്കിയാലും വൃത്തിഹീനമായ പ്രവർത്തനങ്ങൾ നൃത്തതാണ്ഡവമാടുന്ന കാലമാണ്. ഈ കാലത്ത് നമ്മുടെ പെൺകുട്ടികളെ നന്നായി നാം ശ്രദ്ധിക്കണം. അതേ, തലയിൽ തട്ടമിടാതെ, മാറുമറക്കാതെ. ഇന്ന് ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോ അമുസ്ലിം സ്ത്രീയാണെന്ന് തോന്നിപ്പോയി. പിന്നെ ഞങ്ങളെ കണ്ടപ്പോ പേരിനൊരു തലയിലൊരു തട്ടം മറിച്ചിട്ട് ഇരിക്കുന്നു ആ സ്ത്രീ. ഞങ്ങളെ വേഷം കണ്ടപ്പോഴേ ഇത് മതിയോ? നമ്മുടെ വിശ്വാസം ഇതാണോ? നമ്മുടെ സംസ്കാരം ഇങ്ങനെയാണോ ആകേണ്ടത്? അല്ല, മറിച്ച് നമ്മുടെ സംസ്കാരം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിക്കണം. ഇവിടെ എന്ത് അശ്ലീലത നടന്നാലും, എന്ത് അനീതി നടന്നാലും, എന്ത് പ്രവർത്തനങ്ങൾ നടന്നാലും നാം ഈമാൻ മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ റസൂൽ 1500ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. തീക്കട്ട മുറുകെ പിടിക്കുന്നത് പോലെ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ വിശ്വാസികൾ ഈമാനിനെ മുറുകെ പിടിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് പുത്തൻവാദികൾ, മറ്റൊരു സ്ഥലത്ത് സ്ത്രീകളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ്, ലിംഗസമത്വം വേണമെന്ന് പറഞ്ഞു വാദിക്കുന്ന ചില അശ്ലീല ചിത്രാകരിക്കാർ. അങ്ങനെ തുടങ്ങി അശ്ലീലതയുടെ ഈ ലോകത്ത് സഹോദരന്മാരെ, നമ്മുടെ ഈമാൻ നാം വിൽക്കരുത്, നമ്മുടെ വിശ്വാസം നാം പണയപ്പെടുത്തരുത്. ഈ കാലത്ത് നാം റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. എന്റെ സുന്നത്ത് ആഖിറുസ്സമാനാകുമ്പോൾ ആര് മുറുകെ പിടിക്കുന്നുണ്ടോ അവർക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇന്നെന്റെ മുസ്ലിമീങ്ങള്, ഇന്നിന്റെ മുസ്ലിം യുവതികള് സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ സംസ്കാരവും റസൂലുള്ളാഹിന്റെ ആശയം മുറുകെ പിടിക്കുന്നത് വളരെ കുറവായിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരുടെയും അതുപോലെ തന്നെ പാശ്ചാത്യരുടെയും സംസ്കാരം മുറുകെ പിടിച്ച് നാം ഇവിടെ ജീവിച്ചാൽ നമുക്ക് മരിക്കണ്ടേ ഉമ്മമാരെ, സഹോദരന്മാരെ? അതെ, രാത്രി വീട്ടിന്റെ റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് കാമകനെ ഫോൺ ചെയ്യുമ്പോൾ യുവതികളെ ശ്രദ്ധിക്കണം. എനിക്കൊരു ഖബർ വരാനുണ്ടല്ലോ, ആ ഖബറിൽ കാമുകൻ കൂടെയില്ലല്ലോ. കാമുകനെ ശരിപ്പെടുത്തി തന്ന എന്റെ സുഹൃത്ത് കൂടെയില്ലല്ലോ, അയൽവാസി കൂടെയില്ലല്ലോ, മാതാപിതാക്കൾ കൂടെയില്ലല്ലോ. എന്നിങ്ങനെ നാം ഏത് അശ്ലീലത ചെയ്യുമ്പോഴും ചിന്തിക്കണം. ആ ചിന്ത ഇന്ന് എടുത്തുപോയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മമാരെ, നാം ഒരിക്കലും തന്നെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ മുറുകെ പോകേണ്ടവരല്ല. നാം അതേ വിശ്വാസികളാണ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരായി മാറണം. അല്ലാതിരുന്നാൽ ഖബറിൽ നാം എത്തുമ്പോൾ ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരേണ്ടതാ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. ആ ഖബറിലേക്ക് എല്ലാവർക്കും പോകാനുണ്ട്. അവിടെ നമ്മുടെ കൂട്ടിന് വരുന്നത് സൽക്കർമ്മങ്ങളാണ്. അതല്ലേ ബഹുമാനപ്പെട്ട ആത്തിമുൽ അസ്മി റളിയല്ലാഹു അൻഹു
ഉസ്താദ് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ ഉസ്താദ് ആരാണ് മഹാനവകളുടെ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു ഉസ്താദ് ശഖീഖുൽ ബൽഖി എന്ന മഹാനാണ്. ആ ശഖീഖുൽ ബൽഖി എന്ന ഉസ്താദ് ഹാത്തിമുൽ അസ്വം ആകുന്ന ശിഷ്യനോട് ചോദിക്കുന്നു, മോനെ നീ എന്റെ അടുക്കൽ എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? 33 വർഷമായില്ലേ എന്റെ കൂടെ നീ പഠിക്കാൻ തുടങ്ങിയിട്ട്? നീ എത്ര കാര്യമാണ് എന്റെ അടുക്കലിൽ നീ പഠിച്ചത് മോനെ? ആ സമയത്ത് ആ ശിഷ്യനാകുന്ന ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്താദേ ഞാൻ 33 വർഷം അങ്ങയുടെ കൂടെ പഠിച്ചു. 8 കാര്യമല്ലാതെ ഞാനൊന്നും പഠിച്ചിട്ടില്ല. സ്വാഭാവികമായും ഗുരുനാഥന്മാർക്കൊരു വല്ലാത്ത വിഷമം ഉണ്ടാകും. കാരണം 33 വർഷമായിട്ട് 8 കാര്യം മാത്രമാണോ പഠിച്ചത്? അതെ, ഞാൻ 8 കാര്യം മാത്രമുള്ളൂ പഠിച്ചിട്ടുള്ളത്. എന്നാൽ നീ എന്താണ് 8 കാര്യം പഠിച്ചതെന്ന് പറയുമോ? അതിൽ ഒരു കാര്യം മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഉസ്താദേ ഞാൻ ഈ ഭൂമിയിലേക്കൊന്ന് നോക്കി. ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ പലരും പലരെയും സ്നേഹിക്കുന്നുണ്ട്. അവരെല്ലാം ഖബർ വരെ കൂടെയുള്ളൂ. ഖബർ കഴിഞ്ഞാൽ കാമുകനുമില്ല, കാമുകിയുമില്ല. അപ്പോൾ ഖബറിൽ എനിക്ക് കൂട്ടിന് കിട്ടുന്ന എന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഇതെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, എനിക്ക് ഖബറിലും കൂട്ടിന് കിട്ടുന്ന എന്റെ കൂട്ടുകാരൻ ദിക്ർ തന്നെ, സ്വലാത്ത് തന്നെ, സൽക്കർമ്മങ്ങൾ തന്നെ. ഞാൻ ഈ ഭൂമിയിലോട്ട് ജീവിക്കുമ്പോ ഞാൻ ഒരുപാട് നിസ്കരിച്ചാൽ ദിക്ർ ചൊല്ലി അത് പിരിഞ്ഞു പോകില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സൽക്കർമ്മത്തെ സ്നേഹിച്ചു ഉസ്താദ്. ഉമ്മമാരെ, അതുകൊണ്ട് നാം ഖബർ നമുക്ക് വരാനുണ്ടെന്നുള്ള ബോധം നന്നായി ഉണ്ടാകണം. യുവതികളെ, എത്ര തന്നെ ഇവിടെ ലോകം പുരോഗമിച്ചാൽ ഖബറിൽ നാം ഒരാള് മാത്രമേ കിടക്കാൻ പറ്റുകയുള്ളൂ. അവിടെ നേതാവില്ല, അനുയായിയില്ല. അതുകൊണ്ട് നാം റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കണം. റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കേണ്ട രീതി എങ്ങനെയാണ്? റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കേണ്ട അടിസ്ഥാനമായ ഘടകം എന്താണ്? അത് റസൂലുള്ളാഹിന്റെ സ്വഭാവം മുറുകെ പിടിക്കലാണ്. സംസ്കാരത്തിലും വേഷത്തിലും മാത്രം റസൂലുള്ളാഹിനെ മുറുകെ പിടിച്ചാൽ പോരാ, മറിച്ച് റസൂലുള്ള പഠിപ്പിച്ചതായ സുന്ദരമായ സ്വഭാവം, ആ സ്വഭാവം നാം മുറുകെ പിടിക്കണം. എന്താണ് അവിടുത്തെ സ്വഭാവം? അത് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തന്നു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫല്ലൂ മിൻ ഹൗലിക്. അവിടുത്തെ സ്വഭാവം കാരുണ്യത്തിന്റെ സ്വഭാവമായി. എല്ലാവരോടും കാരുണ്യം, പക്ഷികളോട് കാരുണ്യം, അതുപോലെ കുട്ടികളോട് കാരുണ്യം, വാർദ്ധക്യം ചെന്നവരോട് കാരുണ്യം. ഈ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ ഉറവിടമായി. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് തന്നതുകൊണ്ടാണ് നബിയെ നിങ്ങൾക്ക് ഇങ്ങനെ കാരുണ്യത്തോടെ ജനങ്ങളോട് പെരുമാറാൻ സാധിക്കുന്നത്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫല്ലൂ മിൻ ഹൗലിക്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം സ്വാദി റളിയല്ലാഹു കൊടുത്തത് കാണാം. ഐദഹബൂ ലിൽ കുഫാരി വലം യബ്ഖ മിൻഹും അഹദ്. ഓ നബിയേ, അങ്ങയുടെ സ്വഭാവം കടുകട്ടിയായിരുന്നെങ്കിൽ, പരിക്കൻ സ്വഭാവമായിരുന്നെങ്കിൽ അങ്ങയുടെ ആശയത്തിലേക്ക് ആരും വരില്ലായിരുന്നു. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിലേക്ക് വരുന്നതിന്റെ മുമ്പ് അവിടെ ധർമ്മം എന്താണെന്ന് ആർക്കും അറിയില്ല, സത്യം എന്താണെന്ന് ആർക്കും അറിയില്ല, സ്നേഹം എന്താണെന്ന് ആർക്കും അറിയില്ല. ആ റസൂലുള്ളാഹി തങ്ങൾ മക്കയിലേക്ക് വന്നു.
അവിടുത്തെ അങ്ങേയറ്റത്തെ താഴ്മയോടെ ദീനീ പ്രചരണം നടത്തി. അവിടുത്തെ സ്നേഹമസൃണമായ സമീപനത്തോടെ ജനങ്ങളെ സമീപിച്ചു. ജനങ്ങളെ, നിങ്ങൾ സത്യത്തിലേക്ക് വരൂ, നീതിയിലേക്ക് വരൂ. ഈ നിലക്ക് ജനങ്ങളോട് സ്നേഹമസൃണമായ സമീപനത്തോടെ പ്രബോധനം നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളതാ റസൂലുള്ളാഹിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു പിടിച്ച വാളുമായി വന്ന നേതാവല്ലായിരുന്നു. റസൂലുള്ളാഹിന്റെ സ്വഭാവം, അവിടുത്തെ പ്രവർത്തനവും കണ്ടില്ലേ? അങ്ങനെ സുന്ദരമായ പ്രവർത്തനം കണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നില്ലേ? ആ റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. നിങ്ങൾക്കറിയുമോ റസൂലുള്ളാഹിക്ക് സിഹ്ർ ചെയ്തില്ലേ ലബീദ് ഇബ്നുൽ അസ്സം? അങ്ങനെ ലബീദ് ഇബ്നുൽ അസ്സം എന്ന് പറയുന്ന കക്ഷി റസൂലുള്ളാഹിക്ക് സിഹ്ർ ചെയ്തപ്പോൾ റസൂലുള്ളാഹിക്ക് സിഹ്ർ ഏറ്റിട്ടില്ല. സിഹ്ർ ഏറ്റു എന്ന് നാം വിശ്വസിക്കരുത്. റസൂലുള്ളാഹിക്ക് അതിന്റെ ഒരു അസർ, അതിന്റെ ഒരു അടയാളം വന്നു. അത് കാരണമായ ഒരു ക്ഷീണം വന്നു. ഇതുപോലെ അത് ചെയ്യണം എന്ന് നാം ചിന്തിക്കുമ്പോ ചിലപ്പോൾ അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് ചെയ്യണോ ആ നിലക്കുള്ള ഒരു ചെറിയൊരു തോന്നല് അതാണ് റസൂലുള്ളാഹിക്കുണ്ടായത്. പക്ഷേ ലബീദ് ഇബ്നുൽ അസ്സം എന്ന് പറയുന്ന നികൃഷ്ട വ്യക്തി റസൂലുള്ളാഹിക്ക് സിഹ്ർ ചെയ്തു. അങ്ങനെ ആ കക്ഷിയെ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തു, ഇവരാണ് സിഹ്ർ ചെയ്തത് എന്ന്. സഹാബത്ത് ഈ വിവരം അറിഞ്ഞു. ഉടനെ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, ഫഖാലു യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, അഫലാ നഖ്തലുൽ ഖബീസ, ആ നികൃഷ്ട വ്യക്തിയെ നമ്മൾ കൊന്നുകളയട്ടെയോ നബിയെ? ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി നാം പഠിക്കണം. ഒന്നും ചെയ്യാൻ പാടില്ല, അല്ലാഹു എന്റെ രോഗം മാറ്റി, അദ്ദേഹത്തെ ഒന്നും ചെയ്യണ്ട, അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് മനസ്സിൽ വിഷമുണ്ടാക്കുന്ന കാര്യമാണെന്ന് പഠിപ്പിച്ച ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ആരെങ്കിലും തെറി പറഞ്ഞാൽ, നമ്മെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ നമുക്ക് ദേഷ്യം പിടിക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹിക്ക് സിഹ്ർ ചെയ്തിട്ട് പോലും അവിടുന്ന് ആ വ്യക്തിയെ ഒന്നും പറയാൻ വേണ്ടി പറഞ്ഞേക്കുന്നില്ല, ഒന്നും തൊടാൻ വേണ്ടി വിടുന്നില്ല. ഈ നിലക്കുള്ള ഒരു സുന്ദരമായ സ്വഭാവത്തിന്റെ ഉടമയെ ലോകത്ത് ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല. സർവബുദ്ധിജീവികളും സർവകക്ഷികളും പറയുന്നത് റസൂലുള്ളാഹ്, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ജീവിതം എല്ലാവരും മാതൃകയാക്കണമെന്നാണ്. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട മഖ്റമ റളിയല്ലാഹു അൻഹു മകനായ മിസ്വർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഓ മിസ്വറെ, റസൂലുള്ളാഹിക്ക് ഒരുപാട് കോട്ടുകൾ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, റസൂലുള്ളാഹിക്ക് ഒരുപാട് കോട്ടുകൾ എത്തിയിട്ടുണ്ട്. ആ കോട്ടുകൾ റസൂലുള്ളാഹി ഒരുപാട് ആളുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് റസൂലുള്ളാഹിന്റെ അടുത്തുനിന്ന് പോയി നോക്കാം. അങ്ങനെ മിസ്വർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫവജദന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മൻസിലിഹി, റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് നമ്മൾ പോയി. ഫഖാല ലി യാ ബുനയ്യ ഉദ്ഉ ലി അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വീട്ടിലെത്തിയപ്പോ റസൂലുള്ളാഹി റൂമിലാണുള്ളത്. മകനാകുന്ന മിസ്വർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ മിസ്വറെ, എന്റെ കുഞ്ഞുമോനെ, നീ റസൂലുള്ളാഹിനെ വിളിക്ക്, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് വിവരം കൊടുക്ക്. ആ സമയത്ത് മിസ്വർ റളിയല്ലാഹു അൻഹു വരെ അത്ഭുതപ്പെടുകയാണ്. ഫഅലംതു ദാലിക ഫഖുൽതു അദ്ഉ ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ബാപ്പ, ഇത്രയും വലിയ നേതാവാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ അങ്ങേക്ക് വേണ്ടി ഇങ്ങോട്ട് ക്ഷണിക്കുകയോ? എന്തൊരു വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്? ആ സമയത്ത് ബാപ്പ അങ്ങോട്ടൊരു മറുപടി കൊടുത്തു, മോനെ, റസൂലുള്ളാഹി പോക്കിരിയല്ല കേട്ടോ, റസൂലുള്ളാഹി അഹങ്കാരിയല്ല കേട്ടോ, റസൂലുള്ളാഹി കാരുണ്യത്തിന്റെ ഉറവിടമാണ് കേട്ടോ. അങ്ങനെ ബാപ്പയുടെ ആ വാക്ക് സ്വീകരിച്ച് റസൂലുള്ളാഹിനെ ക്ഷണിക്കുന്നു. റസൂലുള്ളാഹിക്ക് മനസ്സിൽ അഹങ്കാരമില്ല, റസൂലുള്ളാഹിക്ക് മനസ്സിൽ ഞാൻ വലിയ ആളാണെന്നുള്ള ചിന്തയില്ല.
റസൂലുള്ള വരികയാണ്, വന്ന ഉടനെ തന്നെ പറയുകയാണ്, യാ മഹ്റമ ഹാദാ ഹബഅനാഹു ലക ഫഅൽതാഹു ഇയ്യാ. ഓ മഹ്റമ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കോട്ടിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു, ഇതാ നിങ്ങൾ ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കോട്ടി മഹ്റമ തങ്ങൾക്ക് കൊടുത്തു. ഇതാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവം. തീർന്നോ? ഇല്ല. റസൂലുള്ളാഹിന്റെ കാരുണ്യത്തിന്റെ സ്വഭാവം പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. എത്ര കിതാബുകളാണ് മഹാരഥന്മാരായ ഇമാമികൾ റസൂലുള്ളാഹിനെ കുറിച്ച് എഴുതിയത്, ആർക്കും ഇതുവരെ പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു 10 വർഷത്തോളം റസൂലുള്ളാഹിക്ക് സേവനം ചെയ്ത മഹാനാണ്. അതേ ആ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ജനങ്ങളോട് പറഞ്ഞില്ലേ, റസൂലുള്ളാഹി തങ്ങൾക്ക് ഞാൻ 10 വർഷക്കാലം സേവനം ചെയ്തിട്ട് പോലും അവിടുന്ന് എന്നോട് മോശമായൊരു വാക്കി, മോശമായൊരു ഇശാറത്തി, മോശമായൊരു പെരുമാറ്റം എന്നോട് കാണിച്ചിട്ടില്ല. എന്നോട് സ്നേഹമിശ്രിതമായ സമീപനത്തോടെ 10 വർഷക്കാലം ഞാൻ റസൂലുള്ളാഹിക്ക് സേവനം ചെയ്തിട്ട് പോലും റസൂലുള്ള എന്നോട് കാണിച്ചത് കേട്ടോ. ആ റസൂലുള്ളയാണ് പഠിപ്പിക്കുന്നത്, ലാ യർഹമില്ലാഹു മൻ ലാ യർഹമുന്നാസ്. എന്താണ് പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ കാരുണ്യമില്ല ആർക്ക്? മല്ലാ യർഹമുന്നാസ്. ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യമില്ല. ഒന്നും കെട്ടുകഥയല്ല കേട്ടോ, ഇതൊക്കെ ഹദീസാണ്. നാം നിസ്കാരത്തിൽ മാത്രം മുൻപന്തിയിലായാൽ പോരാ, നാം വേഷത്തിൽ മാത്രം മുൻപന്തിയിലായാൽ പോരാ, മറിച്ച് റസൂലുള്ളാഹിന്റെ ആ സ്വഭാവം, ആ വിനയം, അവിടുത്തെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ കാരുണ്യമില്ല ആർക്ക്? ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യമില്ല. ലാ തുൻസഉർ റഹ്മത്തു ഇല്ലാ മൻ ശഖിയാ. കാരുണ്യമില്ലാത്തവൻ പരാജയപ്പെട്ടവൻ തന്നെ. അപ്പോൾ അയൽവാസികളോട് കാരുണ്യം കാണിക്കണം, അയൽവാസികളെ സ്നേഹിക്കണം, കുടുംബക്കാരോട് കാരുണ്യം കാണിക്കണം, ഉസ്താദുമാരോട് കാരുണ്യം കാണിക്കണം, ഉസ്താദുമാർ ശിഷ്യന്മാരോട് കാരുണ്യം കാണിക്കണം. ഉസ്താദുമാരെ തെറി പറയാനുള്ളവരല്ല ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ഇൽമുള്ള ആലിമീങ്ങളാണ് കേട്ടോ. അവര് ദിക്റിൽ ജീവിക്കുന്നവരാണ്, ദീനീ പ്രവർത്തനത്തിൽ ജീവിക്കുന്നവരാണ്, സ്വലാത്തിൽ ജീവിക്കുന്നവരാണ്. ആ പണ്ഡിതന്മാരെ തെറിവിളിക്കുന്ന ഒരുപാട് കക്ഷികളുള്ള കാലമല്ലേ ഈ കാലം. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാരെ തെറിവിളിച്ചാൽ, അവരെ നിസ്സാരപ്പെടുത്തിയാൽ അതിന്റെ ശിക്ഷ വലുതല്ലയോ? ഗീബത്ത് പറയാൻ പാടില്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ മരിച്ച മയ്യത്തിന്റെ മാംസം തിന്നുന്നതോടല്ലേ ഖുർആൻ ഗീബത്തിനെ സൂചിപ്പിച്ചിട്ടുള്ളത്, ഉപമിച്ചിട്ടുള്ളത്. എന്നാൽ പണ്ഡിതന്മാരെ തെറി പറഞ്ഞാൽ വിഷമാണ് എന്നല്ലേ പഠിപ്പിച്ചത് മഹാന്മാർ. ആ പണ്ഡിതന്മാരെ തെറി പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാകുമോ? റസൂലുള്ളാഹിന്റെ സ്നേഹം കിട്ടുമോ? അമ്പിയാക്കളെ കാണാൻ കഴിയുമോ? ഔലിയാക്കളെ കാണാൻ കഴിയുമോ? സ്വാലിഹീകളെ കാണാൻ കഴിയുമോ? ഇല്ല കേട്ടോ. ജനങ്ങളോട് കാരുണ്യം കാണിക്കണം. ജനങ്ങളുടെ കൂട്ടത്തിൽ പവറുള്ളവരാണ് ആലിമീങ്ങൾ കേട്ടോ. ഇയ്യാഉലുദ്ദീനിൽ ഗസാലി തങ്ങൾ പറഞ്ഞില്ലേ, യഥാർത്ഥ മനുഷ്യന്മാരാരാണ്? ധീരനാരാണ്? അതെ, സിംഹമല്ലേ ധീരൻ അല്ല. ആന
ശക്തിയുള്ളതാണെങ്കിൽ, അതേ പവറുള്ളതാണെങ്കിൽ ഒട്ടകമല്ലേ, അതേ തടിയുള്ളതാണെങ്കിൽ ആനയല്ലേ, ധീരതയുള്ളതാണെങ്കിൽ സിംഹമല്ലേ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ധീര ആരാണ്? പവറുള്ളവരാരാണ്? അതേ ശക്തിയുള്ളവരാരാണ്? യഥാർത്ഥ മനുഷ്യരാരാണ്? അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാരാണ് കേട്ടോ. ഖുർആൻ പേരെടുത്ത് പറഞ്ഞില്ലേ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ പേടിക്കുന്നവർ യഥാർത്ഥത്തിൽ ആരാണ്? പണ്ഡിതന്മാരാണെന്നല്ലേ പറഞ്ഞത്. അവരത് ദുഹാ നിസ്കരിക്കുന്നു, സ്വലാത്ത് ധാരാളം ചെല്ലുന്നു, ദുഹാ പോലും നിസ്കരിക്കാതെ ഒരു ഫർള് പോലും എടുക്കാതെ എന്തിനാണ് പണ്ഡിതന്മാരെ കുറ്റം പറയണം? റബ്ബിന്റെ കാരുണ്യമുണ്ടാകൂല. കാരുണ്യത്തോടെ ജീവിക്കണം എന്നാണ് റസൂലുള്ളാഹിന്റെ സംസ്കാരം. ജനങ്ങളോട് പ്രത്യേകിച്ചും കാരുണ്യം വേണം. അതിനേക്കാൾ കൂടുതൽ പണ്ഡിതന്മാരോട് കാരുണ്യം കാണിക്കണം. ചിലപ്പോൾ അവർ തിരക്കിന്റെ ഇടയിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ പോയി എന്ന് വരും. അതവരുടെ അഹങ്കാരമല്ല. അവർ ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാകില്ല. അവരുടെ ചിന്ത അല്ലാഹുവിലേക്കായിരിക്കും. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ആലിമീങ്ങളെ കുറിച്ച് നാം നല്ലത് ഭാവിക്കണം. അവരെ കുറിച്ച് മോശം ഭാവിച്ചാൽ നമ്മുടെ ഈമാനിന് കേടുപറ്റിപ്പോകും. ഈമാനിന് കേടുപറ്റിയാൽ നമുക്ക് ഈമാനോടെ മരിക്കാൻ കഴിയില്ല. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ കാരുണ്യത്തിന്റെ സ്വഭാവം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അത് നാം ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, സലാം പറയുന്നതിൽ നിന്നും ഒരു പുഞ്ചിരി പാസാക്കുക. അങ്ങനെ പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്വഭാവം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐക്യം ഉണ്ടാകാൻ കാരണമാണ്. അതാണ് 1500ഓളം വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. മോനെ, നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി പാസാക്കിയാൽ സ്വതക്കയുടെ പ്രതിഫലമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സുന്നത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് സുന്നത്തെടുക്കല്. ഈ നിലയ്ക്കൊരു പുഞ്ചിരി മുസ്ലിമിനോട് പാസാക്കി കഴിഞ്ഞാൽ അവിടൊക്കെ പ്രതിഫലം കിട്ടിപ്പോയി. നമുക്ക് ഈമാൻ കിട്ടി മരിക്കാൻ അത് കാരണമാണ്. ഒരുപാട് നിസ്കരിച്ച് ഒരുപാട് നോമ്പെടുത്ത് ഒരാളെ കാണുമ്പോൾ ഇങ്ങോട്ട് ചിരിച്ചാലും അങ്ങോട്ട് ഗൗരവത്തോടെ അങ്ങനെ നോക്കിക്കും. ആ നിലക്കായ നമ്മുടെ കാര്യം എന്താ? നിസ്കരിക്കുമ്പോഴൊക്കെ ഈ ഒരു കാരുണ്യത്തിന്റെ സ്വഭാവം ഉണ്ടാകാനാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. പുഞ്ചിച്ചിട്ടൊരു സലാം പറഞ്ഞാലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അപ്പോൾ കൂടുതൽ ഐക്യമുണ്ടാകാൻ കാരണമാണ്. അതാണ് റസൂലുള്ളാഹി ഇവിടെ കാരുണ്യമാണ് പഠിപ്പിച്ചത്. അവിടുന്ന് ഇവിടെ ഭീകരവാദമോ തീവ്രവാദമോ ഇവിടെ അശ്ലീലതയോ അല്ല പഠിപ്പിച്ചത്. ജനങ്ങൾക്ക് നന്നാകാൻ വേണ്ടിയുള്ള എല്ലാ ഉപദേശങ്ങളും, ജനങ്ങളും മാനസിക മൂല്യം മുറുകെ പിടിച്ച് മാനവികത ഉണർത്തി ജീവിക്കാനുള്ള എല്ലാ ഉപദേശങ്ങളും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതേ റസൂലുള്ളാഹി പഠിപ്പിച്ചു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങളൊരാളും തന്നെ വിശ്വാസികളാവുകയില്ല, അതെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂല, ഹത്താ തുഅ്മിനു, വിശ്വാസികളാകുന്നത് വരെ നിങ്ങളാരും സ്വർഗത്തിൽ പ്രവേശിക്കൂല. എന്നിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു, ലാ തുഅ്മിനു ഹത്താ തഹാബു. നിങ്ങൾ പരസ്പരം പ്രിയം വെക്കുന്നത് വരെ, സ്നേഹിക്കുന്നത് വരെ, കാരുണ്യത്തിന്റെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാകൂല കേട്ടോ. അവരാ അതുല്ലുക്കും അലാ ശൈഇ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. ഇദാ ഫഅൽതുമൂഹു തഹാബബതും, നിങ്ങൾ ആ കാര്യം മുറുകെ പിടിച്ചാൽ, അത് നിങ്ങൾ പതിവാക്കിയാൽ, തഹാബബതും, നിങ്ങൾ പരസ്പരം ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കും. ഏതാണ് ആ കാര്യം? അഫ്സുസ്സലാമ ബൈനക്കും, അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാമിനെ പരത്തുക. വീട്ടിലേക്ക് കയറി ചെന്നാൽ ഒരു സലാം, അങ്ങനെ നമ്മുടെ സുഹൃത്തിനെ കാണുമ്പോൾ ഒരു സലാം,